are dealing with national income concepts. Okay. ഇപ്പോൾ നാഷണൽ ഇൻകം കൺസെപ്റ്റ്സിൽ വരുന്ന ഫസ്റ്റ് കൺസെപ്റ്റാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിന് GNP എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുക. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് എ 1 year പീരീഡ്. ഇപ്പോൾ ഒരു വർഷക്കാലത്ത് ഒരു രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ GNPൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻകം ഫ്രം എബ്രോഡും പറയാറുണ്ട്. ഓക്കെ, ഇൻകം ഫ്രം എബ്രോഡും പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള ഒരാൾ, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾ പുറത്ത് പോയിട്ട് ഇനി അമേരിക്കയിലോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടുന്ന് അയാൾ അയക്കുന്ന ഇൻകം ഇറ്റ്സ് എ പാർട്ട് ഓഫ് GNP ഓഫ് ഇന്ത്യ. ഇനി ഇവിടെ വന്നിട്ട് എബ്രോഡിൽ നിന്നുള്ള ഒരാൾ, പുറമേ നിന്നുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുക, അതായത് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇൻകം അയാളുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ഇന്ത്യാസ് GNP. അത് ഇന്ത്യയുടെ GNPയിൽ വരില്ല, അത് ആ രാജ്യത്തിൻ്റെ GNPയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. GNP is the basic measure of the economy's total output of goods and services, and GNP includes depreciation. Depreciation എന്ന് പറഞ്ഞാൽ തേയ്മാനം. ഓക്കെ, അപ്പോൾ GNPയിൽ ഡെപ്രിസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇൻകം ഫ്രം എബ്രോഡ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതാണ് GNP. അപ്പോൾ G എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഡെപ്രിസിയേഷൻ ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് കൺസെപ്റ്റ് വരുന്നത് നോമിനൽ GNP ആൻഡ് റിയൽ GNP. അപ്പോൾ നോമിനൽ GNP എന്താണ്, റിയൽ GNP എന്താണ് എന്ന് പറയാം. അപ്പോൾ റിയൽ GNP ഡീഫ്ലേറ്റഡ് GNP എന്ന് കൂടെ പറയാറുണ്ട്. അപ്പോൾ നോമിനൽ GNP എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മെഷേർഡ് ഇൻ കറൻറ്റ് ഇയർ പ്രൈസസ്. അതായത് ആ വർഷത്തെ പ്രൈസിൻ്റെ ബേസിലാണ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ കണക്കാക്കുന്നതെങ്കിൽ അത് നോമിനൽ GNP ആണ്. ഇപ്പോൾ കറൻറ്റ് ഇയർ പ്രൈസിലാണ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ മെഷർ ചെയ്ത് അളക്കുന്നതെങ്കിൽ അതിനെയാണ് നോമിനൽ GNP എന്ന് പറയുന്നത്. ഈ റിയൽ GNP എന്ന് പറഞ്ഞാൽ റിയൽ GNP ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് മെഷേർഡ് ഇൻ ദി പ്രൈസസ് ഓഫ് എ ബേസ് ഇയർ. ഇപ്പോൾ ബേസ് ഇയറിൻ്റെ പ്രൈസ് എന്താണോ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് റിയൽ GNP എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നോമിനൽ GNP എന്താ? കറൻറ്റ് ഇയർ പ്രൈസ്, ഇപ്പോൾ പ്രൈസ് എന്താണോ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കണക്കാക്കുക, അത് നോമിനൽ GNP. ഇനി റിയൽ എന്നുള്ള കേസ് വരുമ്പോൾ അത് ബേസ് ഇയർ പ്രൈസാണ്, അതായത് കുറച്ച് മുന്നേ ഉള്ള ഇയറൊക്കെയാണ് എടുക്കുക. അപ്പോൾ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ ബാക്ക് ഇയർ പ്രൈസ്, അതായത് കുറച്ച് മുന്നേ ഉള്ള ഇയർ എടുത്തിട്ട് അതിൽ എക്കോണമി സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഇയർ എടുത്തിട്ട് നമ്മൾ ആ വർഷത്തെ പ്രൈസ് എന്താണോ അതിൻ്റെ ബേസിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ കണക്കാക്കുന്നതെങ്കിൽ അതിന് റിയൽ GNP എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ആക്ച്വൽ GNP കേട്ടോ. ആക്ച്വൽ GNP എന്താ വരുന്നത്? ആക്ച്വൽ എന്ന് പേരിൽ തന്നെ ഉണ്ട്, ആക്ച്വൽ GNP. ഒരു രാജ്യത്തിൻ്റെ എന്താണോ പ്രൊഡ്യൂസ് ചെയ്തത്, ഒരു രാജ്യത്ത് എന്താണോ അതിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ വാല്യൂ. ഓക്കെ, ദ ആക്ച്വൽ GNP is a measure of the market value of the final goods and services that are produced by an economy's resources during a particular year. ഇപ്പോൾ ഒരു രാജ്യത്തെ എക്കണോമിക് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂവിനാണ് എന്ത് പറയുന്നത്? ആക്ച്വൽ GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ GNP ഉണ്ട്, അതേപോലെ പൊട്ടൻഷ്യൽ GNP ഉണ്ട്. ആക്ച്വൽ GNP എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ GNPനേക്കാളും കുറവായിട്ടാണ് വരുന്നത്. കാരണം എന്താ? അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാം, അതേപോലെ ലേബർ ഫോഴ്സ്, ലോ പ്രൊഡക്ടിവിറ്റി ഉള്ള ലേബർ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? പ്രൊഡക്ഷൻ കുറയാൻ സാധ്യതയുള്ള കാരണങ്ങളാണ്. അപ്പോൾ എന്താണ്? ഒരു എക്കോണമിയിലെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് ആക്ച്വൽ GNPയിൽ വരുന്നത്. ഇനി പൊട്ടൻഷ്യൽ GNP. Then potential GNP വരുമ്പോൾ potential GNP is the market value of the output that would have been produced during a particular year if there had been full utilization of an economy's resources. ഒരു എക്കോണമിയിലെ മൊത്തം റിസോഴ്സസിനെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഇയറിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും?
അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ GNP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത് ആക്ച്വൽ GNP ആണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തത്. Potential GNP is a measure of how much the economy could produce if all the resources were put to use. Thus, potential GNP is full employment GNP എന്ന് പറയാം. അപ്പോൾ പൊട്ടൻഷ്യൽ GNP നമുക്ക് ഫുൾ എംപ്ലോയ്മെൻറ്റ് GNP എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഒരു എക്കോണമിയിലെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അതിൻ്റെ വാല്യൂ ആണ് എന്ത് പറയുന്നത്, പൊട്ടൻഷ്യൽ GNP എന്ന് പറയുന്നത്. നെക്സ്റ്റ് GNP ഗ്യാപ്പ്. വാട്ട് ഈസ് GNP ഗ്യാപ്പ്? The difference between the potential GNP and the actual GNP is termed as GNP gap. അപ്പോൾ പൊട്ടൻഷ്യൽ GNPയും ആക്ച്വൽ GNPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് GNP ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് NNP. അപ്പോൾ NNP is the market value of all final goods and services produced in an economy during a year period, excluding depreciation. So NNP can be calculated from GNP by deducting the amount of depreciation. അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ NNP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ്. അതിലെന്ത് ഉൾക്കൊള്ളുന്നില്ല, ഡെപ്രിസിയേഷൻ ഉൾക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് NNP എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്, GNPയിൽ നിന്ന് ഡെപ്രിസിയേഷൻ എത്രയാണോ അത് കുറച്ചാൽ നമുക്ക് NNP കിട്ടും. അപ്പോൾ G എന്ന് പറയുന്നത് എല്ലാ കൺസെപ്റ്റിലും അതിൽ ഡെപ്രിസിയേഷൻ ഉണ്ടാവും. NNP നെറ്റ് എന്ന് പറയുന്നത് അതിൽ ഡെപ്രിസിയേഷൻ കുറച്ചുകൊണ്ടുള്ളതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഡെപ്രിസിയേഷൻ. അപ്പോൾ നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ GNPയിൽ നിന്ന് ഡെപ്രിസിയേഷൻ കുറക്കുകയാണെന്ന് പറഞ്ഞു. എന്താ ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ, യൂഷ്വലി ദ ഫിക്സഡ് ക്യാപിറ്റൽ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ലോസസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് വാല്യൂ ഫ്രം വിയർ ആൻഡ് ടിയർ ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഇപ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫിക്സഡ് ക്യാപിറ്റലിന് മെഷീനിന് നമ്മൾ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നഷ്ടങ്ങളുണ്ടാവും, തേയ്മാനങ്ങളുണ്ടാവും അല്ലേ. ഇറ്റ് ഈസ് കസ്റ്റമറി ദെർഫോർ ടു മേക്ക് സ്പെഷ്യൽ അലവൻസ് ഫോർ ദി യൂസിങ് അപ്പ് ഓഫ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യുന്നതിന് നമ്മൾ സ്പെഷ്യൽ അലവൻസ് നൽകണം. സച്ച് അലവൻസ് ജനറലി റെഫർ ടു ആസ് ക്യാപിറ്റൽ കൺസംഷൻ അലവൻസ്. അത്തരത്തിലുള്ള അലവൻസിനെയാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ കൺസംഷൻ അലവൻസ് എന്ന് പറയുന്നത്. സോ ഡെപ്രിസിയേഷൻ ഈസ് എ പ്രോസസ് whereby some physical equipment wears out and dies a natural death of old age. ഇപ്പോൾ ഡെപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കുക, ഇറ്റ് ഇസ് എ വിയർ ആൻഡ് ടിയർ ഓഫ് എ ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന തേയ്മാനമാണ് ഡെപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കൺസെപ്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. Gross domestic product is the money value of all final goods and services produced within the domestic territory of a nation. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിറ്ററിയിൽ, ആ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിനെയാണ് എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ GNP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു രാജ്യം ഓൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഇൻകം, അതിൽ അബ്രോഡിൽ നിന്ന് ഉള്ള ഇൻകം ഉൾക്കൊള്ളിച്ചിരുന്നു അല്ലേ. അപ്പോൾ പുറത്ത് പോയുള്ള വർക്ക് ചെയ്യുന്നതിൻ്റെ ഇൻകം GNPയിൽ വന്നിരുന്നു. പക്ഷേ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്തിട്ട് നമ്മുടെ രാജ്യത്ത് ഓൺ ചെയ്യുന്ന ഇൻകം മാത്രമേ വരുള്ളൂ. അല്ലാതെ ഇപ്പോൾ പുറത്ത് ഒരാൾ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങോട്ട് അയക്കുന്ന ഇൻകം എവിടെ വരില്ല, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ വരില്ല. അതാണ് GDPയും GNPയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഓർത്ത് വെക്കുക, കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. GDP is the money value of all final goods and services produced within the domestic territory of a nation ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വരുന്നത്. GNP വരുന്നത് എന്താണ്, ഡൊമസ്റ്റിക്കലി ഓൺഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിത്തിൻ എ കൺട്രി അല്ലേ. ഒരു രാജ്യം ഓൺ ചെയ്യുന്ന ഫാക്ടേഴ്സ് പ്രൊഡക്ഷൻ എവിടെ വർക്ക് ചെയ്താലും അവരെന്താണോ അങ്ങോട്ട് അയക്കുന്നതൊക്കെ ഇവിടെ വരും, GNPയിൽ വന്നിരുന്നു. മാറിപ്പോയതേ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും GNP. അപ്പോൾ നമ്മളിവിടെ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നാഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ നാഷൻ എന്ന് പറഞ്ഞാൽ, domestic territory of a country. Domestic territory of a nation consists of the territory lying within the political frontiers including territorial waters of a country and the following. But domestic territory എന്ന് പറഞ്ഞാൽ എന്താണ്, ships and aircrafts owned and operated by the residents of the country between two or more countries. Then fishing vessels, oil and natural gas rigs and floating platforms owned and operated by residents of the country in international waters or engaged in extraction areas in which the country has exclusive rights of exploitation. ഇപ്പോൾ അതിലധികം രാജ്യങ്ങളുണ്ട്, അതിനിടയിൽ
അതിനിടയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന ഷിപ്സ്, എയർക്രാഫ്റ്റ്സ്, അതൊക്കെ ഒരു രാജ്യത്തിലുള്ള റെസിഡൻസ് ആണ് ഓൺ ചെയ്യുന്നതെങ്കിൽ അത് ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി എന്നതിൽ വരും. അതേപോലെ ഫിഷിംഗ് വെസൽസ്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് റിഗ്സ്, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ ഒരു രാജ്യത്തിനകത്ത് റെസിഡൻസ് ആണ് ഓൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഡൊമസ്റ്റിക് ടെറിട്ടറി അല്ലെങ്കിൽ GDP വരുന്നതായിരിക്കും. ദെൻ ദ എംബസീസ്, consulates and military establishments of the country located abroad. Thus, it is clear that the domestic territory of a nation is wider than its political frontiers. പൊളിറ്റിക്കൽ ഫ്രോണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി, നമ്മളിങ്ങനെ ഭൂപടത്തിൽ വരുന്ന നമ്മളെ അതിർത്തിയിൽ, അതാണ് പൊളിറ്റിക്കൽ ഫ്രോണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വരും. അതായത് പുറത്ത് വരുന്ന എംബസീസ്, കോൺസുലേറ്റ്സ്, മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് GDP ഗ്യാപ്പ്. ഇപ്പോൾ GNP ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? പൊട്ടൻഷ്യൽ GNPയും ആക്ച്വൽ GNPയും തമ്മിൽ ഡിഫറൻസ് ആണ് GNP ഗ്യാപ്പ്. ഇവിടെ GDP ഗ്യാപ്പ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ GDPയും അതേപോലെ ആക്ച്വൽ GDPയും തമ്മിൽ ഡിഫറൻസ് ആണ് GDP ഗ്യാപ്പ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വൽ GDP അതേപോലെ പൊട്ടൻഷ്യൽ GDP എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ GDP measures the total volume of output that the economy could produce if the economy's resources were fully employed. ഒരു എക്കോണമിയിലെ എല്ലാ റിസോഴ്സസും ഉപയോഗിച്ചാൽ എന്തായിരിക്കും ആ രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്, അതാണ് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പൊട്ടൻഷ്യൽ GDP എന്താണ്? ഫുൾ എംപ്ലോയ്മെൻറ്റ് GDP ആണ്. ആക്ച്വൽ GDP എന്താണ്? ആക്ച്വൽ GDP is the total volume of final goods and services produced in a country by using an economy's resources during a particular year. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇയറിൽ ആ രാജ്യത്തിനകത്തെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാവുന്നല്ല ചെയ്തിട്ടുള്ള ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിനാണ് എന്ത് പറയുന്നത്? ആക്ച്വൽ GDP എന്ന് പറയുന്നത്. So usually actual GDP of an economy is less than potential GDP because of the existence of unemployment, low productivity and labor force and idle capacity. അത് നമ്മൾ നേരത്തെ GNP ഗ്യാപ്പിൽ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ GDP ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ GDP മൈനസ് ആക്ച്വൽ GDP എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നോമിനൽ ആൻഡ് റിയൽ GDP. ഇപ്പോൾ നോമിനൽ GDP is the money value of all final goods and services measured in current year prices. And whereas real GDP is the money value of all final goods and services measured in the prices of a base year. Hence, real GDP is inflation adjusted GDP. ഇപ്പോൾ ഇവിടെ റിയൽ GDP is inflation adjusted GDP എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പോൾ റിയൽ GDPയിൽ ബേസ് ഇയർ പ്രൈസിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ബേസ് ഇയർ ടു ഈ ഒരു കറൻറ്റ് ഇയറിൽ വരുമ്പോൾ പ്രൈസ് ചേഞ്ച് വന്നേക്കാം, പ്രൈസിൽ മാറ്റം വന്നേക്കാം. ആ പ്രൈസ് മാറ്റം എവിടെ കാണിക്കുന്നില്ല? റിയൽ GDPയിൽ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് GDP എന്ന് പറയുന്നത്. ദെൻ GNPയും GDP തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ പറഞ്ഞു GNPയിൽ എന്താണ്? ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഉൾക്കൊള്ളുന്നുണ്ട്, അതായത് എബ്രോഡിൽ നിന്ന് വരുന്ന ഇൻകം ഉൾക്കൊള്ളുന്നുണ്ട്. GDPയിലാവുമ്പോൾ അതില്ല. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ GNP ആൻഡ് GDP ഈസ് ദ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓക്കെ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് എബ്രോഡ്. അപ്പോൾ ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിൽ നിന്ന് വരുന്ന ഇൻകം, അതായത് അവിടെ നമ്മുടെ രാജ്യത്ത് ഒരാൾ ഇന്ത്യക്കാരൻ പുറത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് അയാൾക്ക് കിട്ടുന്ന ഇൻകം നമ്മുടെ രാജ്യത്തേക്ക് വരുമായിരിക്കും. അതാണ് ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. ഫാക്ടർ ഇൻകം പെയ്ഡ് എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് അയാളുടെ രാജ്യത്തേക്ക് പോകുന്ന ഇൻകം, പെയ്ഡ് ചെയ്ത് നടക്കുന്ന ഇൻകം. ഓക്കെ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടർ ഇൻകം ഏൺഡ് എബ്രോഡ് മൈനസ് ഫാക്ടർ ഇൻകം പെയ്ഡ് എബ്രോഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് NDP. നമ്മൾ NNP പറഞ്ഞിരുന്നു, അതായത് GNPയിൽ നിന്ന് ഡെപ്രീസിയേഷൻ കുറച്ചാൽ NNP കിട്ടും. നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അപ്പോൾ GDPയിൽ നിന്ന് ഡെപ്രീസിയേഷൻ കുറച്ചാൽ എന്ത് കിട്ടും? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് NDP is the money value of all final goods and services produced within the domestic territory of a country after allowance has been made for depreciation. അപ്പോൾ ഡെപ്രിസിയേഷന് അലവൻസ് കൊടുത്തിട്ട് ബാക്കി എന്താണോ ഒരു രാജ്യത്തിനകത്തുള്ളത് അതിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂവിനെയാണ് NDP എന്ന് പറയുന്നത്. അപ്പോൾ NDP is equal to GDP minus depreciation. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നാഷണൽ ഇൻകം കൺസെപ്റ്റിൽ വരുന്ന GDP, GNP അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇനി വേറെയും കുറച്ചുകൂടി പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.